ഹൈന്ദവരുടെ, പ്രത്യേകിച്ച് ശൈവരുടെ ഒരു പ്രധാന ആഘോഷമാണ് മഹാശിവരാത്രി അഥവാ ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാവിലും അടുത്ത പകലിലുമാണ് ശിവരാത്രി ആഘോഷം നടക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവന്റെ രാത്രി, ശിവമയം ആയ രാത്രി ശിവരാത്രി. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് 2 ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് ഞാനിവിടെ പരാമർശിക്കുന്നത്. ദുർവാസാവ് മഹർഷി ഒരിക്കൽ ദേവലോകത്ത് വെച്ച് വിദ്യാധര സ്ത്രീകളെ കാണുവാനിടയായി. മഹർഷിയെ കണ്ട സന്തോഷത്തിൽ വിദ്യാധര സ്ത്രീകൾ മഹർഷിക്ക് ഒരു പാരിജാതമാല സമർപ്പിച്ചു. സന്യാസ ശ്രേഷ്ഠനായ തനിക്ക് പാരിജാതമാല ആവശ്യമില്ലാത്തതിനാൽ അദ്ദേഹം അത് ഐരാവതത്തിലേറി വന്ന സ്വർഗാധിപതിയായ ദേവേന്ദ്രന് സമ്മാനമായി കൊടുത്തു. പാരിജാതമാല കിട്ടിയ സന്തോഷത്തിൽ ദേവേന്ദ്രൻ അത് ഐരാവതത്തിന്റെ പുറത്ത് വെച്ച് തന്റെ തലമുടി ഒതുക്കി കെട്ടിവെക്കുവാൻ തുടങ്ങി. പാരിജാത പുഷ്പങ്ങളാൽ കോർത്തിണക്കിയ മാലയുടെ സുഗന്ധത്താൽ ഒരുപാട് വണ്ടുകൾ അതിനു ചുറ്റും പാറി പറന്നു വന്നു. വണ്ടുകളുടെ ശല്യം കൂടിയപ്പോൾ ഐരാവതം മാലയെടുത്ത് നിലത്തേക്കിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു. ഇത് കണ്ട് രോഷാകുലനായ ദുർവാസാവ് സകല ദേവന്മാർക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്നും ദേവലോകത്തെ സർവ ഐശ്വര്യങ്ങളും നശിച്ചു പോകട്ടെ എന്നും ശപിച്ചു. ദേവേന്ദ്രന്റെ അശ്രദ്ധ കാരണം മഹർഷിയുടെ ശാപത്താൽ സർവ ദേവഗണങ്ങളും ഇന്ദ്രൻ ഉൾപ്പെടെ ജരാനരകൾ ബാധിച്ച് വൃദ്ധരായി തീർന്നു. താൻ കാരണം ദേവലോകത്തിന് നേരിട്ട ഈ ശാപം ദേവേന്ദ്രനെ അതീവ സങ്കടത്തിലാക്കി. ദേവേന്ദ്രന്റെ സങ്കടാവസ്ഥ മനസ്സിലാക്കിയ ദുർവാസാവ് പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് പാനം ചെയ്താൽ നഷ്ടപ്പെട്ട ഐശ്വര്യ പ്രതാപങ്ങൾ 10 മടങ്ങ് വർദ്ധിക്കുമെന്ന് ശാപമോക്ഷം നിർദ്ദേശിക്കുകയും ചെയ്തു. ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ പാലാഴി കടയാൻ ദേവന്മാർ പദ്ധതിയിട്ടു. അതിനായി അസുരന്മാരെയും ക്ഷണിച്ചു. കടക്കോലായി മന്ദര പർവ്വതത്തെയും കയറായി വാസുകി എന്ന നാഗശ്രേഷ്ഠനെയും നിയമിച്ചു. വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ച് പാലാഴി മഥനം ആരംഭിച്ചു. ഇരു വിഭാഗങ്ങളുടെയും വലിയുടെ ശക്തിയാൽ മന്ദര പർവ്വതം സമുദ്രത്തിലേക്ക് താഴ്ന്നുപോയി. താഴ്ന്നുപോയ മന്ദരയെ ഉയർത്താൻ വിഷ്ണു ഭഗവാൻ കൂർമ്മമായിട്ട് അവതരിച്ചു. കൂർമാവതാരം മന്ദര പർവ്വതത്തെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. വീണ്ടും പാലാഴി മഥനം തുടർന്നു കൊണ്ടിരുന്നു. നിരന്തരമായ കടയലിൽ വാസുകി എന്ന നാഗശ്രേഷ്ഠൻ അവശനായി തുടങ്ങി. വാസുകിയുടെ വായിൽ നിന്നും കാളകുള വിഷം പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി. 3 ലോകത്തെയും നശിപ്പിക്കാൻ മാത്രം വീര്യം കൂടിയ കാളകുള വിഷത്തിന്റെ അതിരൂക്ഷമായ ഗന്ധം 3 ലോകത്തെയും മയക്കിക്കളഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ദേവാസുരന്മാർ ദേവരാജാവായ പരമശിവന്റെ അടുത്ത് പോയി സങ്കടം പറഞ്ഞു. ഈ അത്യാപത്തിൽ നിന്നും തങ്ങളെയും ത്രിലോകങ്ങളെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കേട്ട ശിവഭഗവാൻ ഈരേഴ് 14 ലോകത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി കാളകൂട വിഷം തന്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി പാനം ചെയ്യുവാൻ തുടങ്ങി. അതിമാരകമായ ഈ വിഷം പാനം ചെയ്യുക വഴി തന്റെ പതിയായ മഹാദേവന് ആപത്ത് സംഭവിച്ചേക്കുമെന്ന ഭയത്താൽ ശ്രീ പാർവതി ദേവി അദ്ദേഹത്തിന്റെ കണ്ഠത്തിൽ മുറുക്കി പിടിച്ചു. ഈ ഉഗ്രവിഷത്തിന്റെ ഒരു തുള്ളിയെങ്കിലും പുറത്തു പോയാൽ ത്രിലോകങ്ങൾ നശിച്ചു പോകുമെന്ന ഭയത്താൽ മഹാവിഷ്ണു മഹാദേവന്റെ വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ അകത്തേക്കോ പുറത്തേക്കോ പോവാൻ കഴിയാതെ കാളകൂട വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറയ്ക്കുകയും അവിടം നീല നിറം വ്യാപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഹാദേവന് നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത്. സർപ്പവിഷം
ഉള്ളിൽ ചെന്നാൽ അതിൻ്റെ വീര്യം കുറയുന്നത് വരെ ഉറങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ശ്രീ പാർവതി ദേവിയും മറ്റ് ദേവഗണങ്ങളും രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് പ്രാർത്ഥനകളും കീർത്തനങ്ങളുമായി ശിവഭഗവാന് കാവലിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ദേവന്മാർ പാലാഴി മഥനം തുടരുകയും അമൃത് കടഞ്ഞെടുക്കുകയും ചെയ്തു. ആ ദിവ്യമായ അമൃത് പാനം ചെയ്ത് ദേവന്മാർ ജനാന്തരകളിൽ നിന്നും മുക്തി നേടുകയും നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യപ്രതാപങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തു. ത്രിലോക നന്മയ്ക്കായി ശ്രീ പരമേശ്വരൻ കാളകൂട വിഷത്തെ പാനം ചെയ്തതിൻ്റെ സ്മരണയ്ക്കായി ഹൈന്ദവർ ഇന്നും ശിവരാത്രി ആഘോഷിച്ചു വരുന്നു.